എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് വർഗി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക. നിങ്ങളുടെ ആ വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടെന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ ആ വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ മറ്റെന്തൊക്കെയോ കാരണം കൊണ്ടോ നിങ്ങളിൽ നിന്ന് അകലാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ധാർമ്മികമായി തെറ്റാണെന്ന് കരുതിയിട്ടാകാം, സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാകാം, ആ വ്യക്തി സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ ജീവിതം പരിഗണിച്ചിട്ടാകാം ആ വ്യക്തി മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട്, എല്ലാ വേലിക്കെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയിലേക്ക് എത്തുന്നു, ആ വ്യക്തിയെ തഴുകുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തിയുടെ പുറകെ സഞ്ചരിക്കുന്നു. ഇതെല്ലാം ആ വ്യക്തിയിൽ സ്വാധീനമുണ്ടായിട്ടുണ്ടാക്കാം. ആ വ്യക്തി പോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് കടന്നു പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കാത്ത ഒരവസ്ഥ സംജാതമാകുകയാണ്. നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളോടൊത്ത് ചേർന്ന് തന്നെ നിലകൊള്ളാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ വ്യക്തി സ്വയമേവ ശ്രമിക്കുന്നു, ആ വ്യക്തിയുടെ ചില ആളുകൾ ശ്രമിക്കുന്നു നിങ്ങളിൽ നിന്ന് അകലാനായിട്ട്, പക്ഷെ സാധിക്കുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമായി ഭവിക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചിത്രം മാത്രമാകുന്നു. ആ വ്യക്തിക്ക് പോകാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല. നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഒട്ടും ആ വ്യക്തിക്ക് കഴിയാത്ത അവസ്ഥ സംജാതമാകുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാകുന്ന ഒരവസ്ഥ സംജാതമാകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, മറ്റാരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാകുന്ന അവസ്ഥ ഉണ്ടാകുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ജീവിതമായിട്ട് അത് മാറുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇഷ്ടമായിട്ടത് മാറുന്നു. നിങ്ങളെ അല്ലാതെ മറ്റാരെയും പരിഗണിക്കാനോ നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഉൾക്കൊള്ളാനോ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും എവിടെയും നിങ്ങൾ മാത്രമാകുന്നു. നിങ്ങളല്ലാതെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനോ നിങ്ങളല്ലാതെ ഒന്നിനെക്കുറിച്ച് പറയുവാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിയുന്നില്ല. സ്വയമേവ ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങളല്ലാത്ത ചില ആളുകളുടെ സമ്മർദ്ദത്താൽ, നേരത്തെ പറഞ്ഞതുപോലെ മൂവ് ഓൺ ആകാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ മൂവ് ഓൺ ആകാൻ ആ വ്യക്തി ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. നിങ്ങളെ ആ വ്യക്തി എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നത് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ ആ വ്യക്തി ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ വല്ലാതെ എത്തിച്ചേരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളുടെ ചിന്ത വരുന്നു. പിന്നെ ആ വ്യക്തിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ആ വ്യക്തിക്ക് ഒരു ചിന്ത വരുന്നില്ല. നിങ്ങളെ ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ നിങ്ങളെ കളഞ്ഞാൽ ആ വ്യക്തിക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നതല്ല, ആ വ്യക്തിക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നുള്ള രീതിയിൽ ഒക്കെ കാര്യങ്ങൾ വരുന്നു. അത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഹ്വലതകൾ ഉണ്ടാക്കുന്നു. എന്ത് ചിന്തിക്കണം, എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം എന്ന് പോലും അറിയാൻ കഴിയാതെ ആ വ്യക്തി കഷ്ടപ്പെടുന്നൊരവസ്ഥ സംജാതമാകുന്നു. അത് ആ വ്യക്തിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കുകയാണ്. ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ആ വ്യക്തിക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ആ വ്യക്തിക്ക് ഒന്നുമായിട്ട് സംസാരിക്കാനോ ഒന്നുമായി പറയുവാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ സംജാതമാകുന്നു. അത് വല്ലാത്ത ഒരവസ്ഥയാണ്. ആ വ്യക്തി അതിനെക്കുറിച്ച് കൃത്യമായി ആ വ്യക്തി ചിന്തിക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ സൃഷ്ടിക്കുകയാണ്. ആ വ്യക്തിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, മൂവ് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല, ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, ആ വ്യക്തിക്ക് അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാകുന്നു. നിങ്ങളെ അകന്നു പോകാൻ ആ വ്യക്തി ശ്രമിക്കുമ്പോൾ
നിങ്ങളിലേക്ക് അടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയാണ്. അത് തീർച്ചയായിട്ടും വല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. നിങ്ങളിലേക്ക് അകലാൻ ആയിട്ട് ചില ആളുകൾ ആ വ്യക്തിയിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത, നിങ്ങളെ വെറുക്കുന്ന ആളുകൾ, അവരുടെ ആ ഒരു ധൃതി, എങ്ങനെയെങ്കിലും നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണമെന്നുള്ള നിങ്ങളോടുള്ള വൈരാഗ്യത്താൽ മാത്രം ഉണ്ടായ ആ ധൃതി പലപ്പോഴും പ്രയോഗത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകുകയാണ്. കാരണം ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ഇതിനോർത്ത് ഭയം ഉണ്ടായിരുന്നു. ചിലർ എൻ്റെ വ്യക്തിയെ എന്നിൽ നിന്ന് അകറ്റുന്നു, എൻ്റെ വ്യക്തി എന്നിൽ നിന്നും മാറ്റുന്നു, അങ്ങനെ എൻ്റെ വ്യക്തിയെ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ദുഃഖത്താൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ആ വ്യക്തി നിങ്ങളുടേതാകുന്നു, ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പോകാതെയാകുന്നു, ആ വ്യക്തി നിങ്ങളുടേത് മാത്രമാകുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഭയപ്പെടാനില്ല. മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകലാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് തന്നെ ഏതോ ഒരു ശക്തിയുടെ ഒരു പ്രേരണയാൽ, സ്വാധീനത്താൽ നിങ്ങളിലേക്ക് തന്നെ ആകുന്നു. അതുകൊണ്ട് ഭയപ്പെടാനില്ല. മൂവ് ഓൺ ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തി ശ്രമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷെ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.